അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ആരംഭിക്കുന്നത് 1765-ലാണ്. ഹായ് ഓൾ, നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തി നമ്മളൊരു FAQ സീരീസ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ല ഒരു ടോപ്പിക്ക്, ഒരു ചോദ്യത്തിലൂടെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് എടുത്തിട്ട് അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം, എവിടൊക്കെ നോക്കിയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നാണ് വന്നതെന്ന്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തു നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഇനി വരാനിരിക്കുന്നു എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ആൻസറിലേക്ക് വരേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യ അണ്ടർ കമ്പനി റൂൾ, ഗവേണൻസ് ആൻഡ് അതർ ആസ്പെക്ട്സ് 1765 മുതൽ 1858 വരെയുള്ള ചരിത്രം. ഈ ഒരു വലിയ പേര് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമ്മുടെ ഭരണഘടന രൂപീകൃതമാകുന്നത് ഏതാണ്ട് 1773 മുതലുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ 1773 നമ്മുടെ ബ്രിട്ടനിലെ പാർലമെൻറ്റ് ഇന്ത്യയിലെ ഭരണത്തിന് വേണ്ടിയിട്ടൊരു നിയമം കൊണ്ടുവന്നു. അപ്പോൾ അത് മുതൽ പലതരത്തിലുള്ള നിയമങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഈ നിയമങ്ങളെ ഉൾപ്പെടുത്തി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതി നമ്മുടെ കേരള PSCക്ക് പലപ്പോഴും ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് ഇതിൽ ഒരു ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ആ ചോദ്യം വന്നിരിക്കുന്നത് നമ്മളുടെ കാറ്റഗറി നമ്പർ നോക്കിയേക്കാം. 03123 ആണ്. 2023 വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ആൽഫ കോഡ് A ആണ്. നിങ്ങൾക്ക് ഈ ചോദ്യം വേണമെങ്കിൽ, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൽഫ കോഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. പോസ്റ്റ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സോയിൽ സർവേ ഓഫീസർ, റിസർച്ച് അസിസ്റ്റൻറ്റ്, കാർട്ടോഗ്രാഫർ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് തുടങ്ങുന്ന ആ ഒരു പൊസിഷൻസിലേക്കായിരുന്നു ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് വിളിച്ചിട്ടുള്ളതായിരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൽഫ കോഡ് Aയിൽ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും ഈ പഠിച്ചു തുടങ്ങുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വെച്ച് എങ്ങനെ അതിനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ഇതിനകത്ത് നോക്കാം. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ: ഫാക്ട്സ് അബൌട്ട് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില ഫാക്റ്റുകൾ, ചില കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? 4 കാര്യങ്ങളാണ്, 4 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നോക്കിയോ, ദ ഫസ്റ്റ് അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് വിത്ത് ദ വർക്ക് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അണ്ടർ വാട്ട് ഈസ് കോൾഡ് ദ സിസ്റ്റം ഓഫ് ഡുവൽ ഗവൺമെൻറ്. ഇത് ഒരു വട്ടം വായിക്കുമ്പോഴത്തേക്ക് നമുക്കത് കാര്യം മനസ്സിലാകത്തില്ല. നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. നമുക്കറിയാമല്ലോ, മലയാളത്തിലും നമുക്ക് ഇതേ ചോദ്യം തന്നെ തൊട്ടടുത്തുണ്ട്. നമുക്ക് ഡിഗ്രി തല എക്സാമുകൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ചോദ്യം എന്താ? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള വസ്തുതകളാണ് ചോദിച്ചിരിക്കുന്നത്. 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയോ, ഡുവൽ ഗവർണൻസ്. ഇതിന് നമുക്ക് ദ്വിഭരണം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ നമ്മുടെ പാഠപുസ്തകങ്ങളൊക്കെ ദ്വിഭരണം എന്നാണ് കാണുന്നത്. എന്തായാലും PSC ഇത് ഡുവൽ ഗവർണൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വിളിക്കപ്പെടുന്ന ഭരണ സംവിധാനവുമായി ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയ ആ ഒരു സംവിധാനത്തെ വിളിക്കുന്ന പേര് ഡുവൽ ഗവൺമെൻറ് എന്നാണ്. ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ചോദ്യം? അതായത് ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഭരിക്കാൻ തുടങ്ങുന്ന ആ ഒരു ഭരണരീതിയുടെ പേര് ഡുവൽ ഗവൺമെൻറ് എന്നാണ്. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ശരിയാണോ തെറ്റാണോ നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ബൈ ദ റെഗുലേറ്റിംഗ് ആക്ട്. റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഭരിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് കൊണ്ടുവരുന്ന നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്. 1773 ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഭരിക്കാൻ വേണ്ടി ഒരു നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റിലൂടെ എത്തുന്നത്. ഇവിടെ നോക്കിയോ, ദ സുപ്രീം കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1774 with Sir Elia Imbe as Chief Justice.
എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1773 ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഭരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന റെഗുലേറ്റിംഗ് ആക്ട്. ഈ റെഗുലേറ്റിംഗ് ആക്ടിലൂടെ ഇന്ത്യയിൽ ഒരു സുപ്രീം കോടതി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന വർഷം ഏതാ? 1774. അതിൽ ആരാണ് ചീഫ് ജസ്റ്റിസ്? സർ ഏലിയ എംഫെ. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇത് ശരിയോ തെറ്റോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് മലയാളം കൂടെ നോക്കാം. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1774 സർ ഏലിയ എംബെ ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതി സ്ഥാപിതമായി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഒരു ഇംഗ്ലീഷ് നീതിന്യായ വ്യവസ്ഥ അനുസരിച്ചുള്ള ആദ്യത്തെ കോടതി വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിയോ തെറ്റോ എന്ന് നമുക്ക് ഇനി വിശദമായിട്ട് പരിശോധിക്കാം. എന്തായാലും നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ദ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 introduced changes mainly the company's home government in London. ഇനി 1773 റെഗുലേറ്റിംഗ് ആക്ടിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി കൊണ്ടുവന്ന ഒരു നിയമമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. അപ്പോൾ വില്യം പിറ്റ്സ് എന്നാണ് അന്നത്തെ പ്രധാനമന്ത്രിയുടെ പേര്. അപ്പം 1773 റെഗുലേറ്റിംഗ് ആക്ടിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് 1754 ഒരു നിയമം കൊണ്ടുവന്നു. അപ്പോൾ ഈ നിയമത്തെക്കുറിച്ചാണ് ചോദ്യം, ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലണ്ടനിലുള്ള കമ്പനിയുടെ പ്രവർത്തനങ്ങൾ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം വന്നിരിക്കുന്നതെന്നാണ് ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ്. പിറ്റ്സിന്റെ ഇന്ത്യ ആക്ട് 1784 പ്രധാനമായും ലണ്ടനിലെ കമ്പനിയുടെ ഹോം ഗവൺമെന്റിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആ കമ്പനിയുടെ ലണ്ടനിലുള്ള ഭരണത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. നമുക്കതൊന്ന് നോക്കാം. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടെ നോക്കാം. ബൈ ദ ചാർട്ടർ ആക്ട് ഓഫ് 1813 1813 ബ്രിട്ടീഷുകാര് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഭരണത്തിന് വേണ്ടി കൊണ്ടുവന്ന നിയമമാണിത്. ഓക്കെ, അപ്പോൾ ഒരു ആദ്യത്തെ നിയമം പറഞ്ഞു, രണ്ടാമത്തെ നിയമം പറഞ്ഞു, ഇനി മൂന്നാമത്തെ നിയമത്തെ കുറിച്ചാണ് പറയുന്നത്. ദ കമ്പനി വാസ് ഡിപ്രൈവ്ഡ് ഓഫ് ഇറ്റ്സ് മോണോപ്പൊളി ഓഫ് ട്രേഡ് വിത്ത് ഇന്ത്യ ബട്ട് ഇറ്റ് സ്റ്റിൽ എൻജോയ്ഡ് ഇറ്റ്സ് മോണോപ്പൊളി ഓഫ് ട്രേഡ് വിത്ത് ചൈന ആൻഡ് ദ ട്രേഡ് ഇൻ ടീ. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ചാർട്ടർ ആക്ട് ഓഫ് 1813 1813 ചാർട്ടർ ആക്ട് പ്രകാരം, ആ നിയമപ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കുത്തക കച്ചവട അവകാശം പാർലമെന്റ് എടുത്തു കളഞ്ഞു എന്നാണ് പറയുന്നത്. കുത്തക കച്ചവട അവകാശം എന്ന് പറയുന്നത് എന്താ? മൊണോപ്പൊളി എന്ന് പറയുന്ന വാക്കിലാണ് നമ്മളത് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാരായിട്ടുള്ള കച്ചവടക്കാരിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കല്ലാതെ വേറെ ഒരാൾക്കും ഇന്ത്യയുമായിട്ട് കച്ചവടം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ അന്നത്തെ പണ്ട് 1600 തന്നെ അന്നത്തെ രാജ്ഞി കൊടുത്ത ഒരു അവകാശമായിരുന്നു ഈ ഇന്ത്യയുമായിട്ടോ അല്ലെങ്കിൽ ഈ കിഴക്കൻ മേഖലയുമായിട്ടോ കച്ചവടം ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമേ അവകാശമുള്ളൂ. വേറെ ഒരു ഇംഗ്ലീഷുകാരന് അവിടെ പോയി കച്ചവടം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അത് കാരണം ഇംഗ്ലണ്ടിൽ കുറേ കച്ചവടക്കാരുടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 1813 ദ ചാർട്ടർ ആക്ട് ഓഫ് ഇന്ത്യ ഈ അധികാരം കമ്പനിയിൽ നിന്ന് എടുത്തു മാറ്റി എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിനകത്തൊരു കാര്യം കൂടെ പറയുന്നു, ചൈനയുമായിട്ട് കച്ചവടം ചെയ്യുന്നതിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കുത്തവകാശം നിലനിർത്തി എന്ന് പറയുന്നത് എന്താ? ചൈനയുമായിട്ട് കച്ചവടം ചെയ്യാൻ വേറൊരു ഇംഗ്ലീഷുകാർക്കും കഴിയില്ല. അത് ഇപ്പോഴും ആർക്കാണ്? ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണ്. ഇത് നോക്കിയേ, ഇന്ത്യയുമായിട്ടോ ലോകത്തെവിടെയും ഈ തേയില കച്ചവടം ചെയ്യാനുള്ള അവകാശവും അത് ആർക്ക് മാത്രമായിരിക്കും? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമായിരിക്കും. അപ്പോൾ ഈ രണ്ട് എക്സെപ്ഷൻസ് ഒഴിച്ച് ബാക്കിയുള്ളതിൽ മാറ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് മലയാളം നോക്കാം. 1813 ചാർട്ടർ ആക്ട് വഴി കമ്പനിക്ക് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിന്റെ കുത്തക, വ്യാപാര കുത്തക, അതാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്, നഷ്ടപ്പെട്ടെങ്കിലും ചൈനയുമായിട്ടുള്ള വ്യാപാരത്തിന്റെയും തേയില വ്യാപാരത്തിന്റെയും കുത്തക തുടർന്നു. അതായത് തേയിലയുടെ കച്ചവടവും ചൈനയുമായിട്ടുള്ള കച്ചവടവും തുടർന്നു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 1 and 2 ആർ കറക്റ്റ് അല്ലേ? 2, 3, 4 ആർ കറക്റ്റ് ബി പറഞ്ഞിരിക്കുന്നത്. സി ഓപ്ഷനിൽ 3 and 4 ആർ കറക്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡിയിൽ 1, 2, 3, 4 എല്ലാം കറക്റ്റാണ് എന്നും പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതിൽ എങ്ങനെയാണ് ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് ശരി എന്ന് നമുക്കറിഞ്ഞാൽ മാത്രമേ നമുക്കിതിനകത്ത് കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുള്ളൂ.
ഇനി നമുക്ക് കുറച്ച് ട്രിക്കൊക്കെ ഉപയോഗിക്കാം. കാരണം ഇപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരു രണ്ടാമത്തത് ശരിയല്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എയും ബിയും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് സിയിലേക്ക് നമുക്ക് നേരിട്ട് വരാം. കാരണം ബാക്കി 3 എണ്ണത്തിലും 2 ഉണ്ട്. ഇപ്പോൾ അതല്ല നമ്മൾ നോക്കിയോ, നാലാമത്തത് തെറ്റാണെന്ന് വിചാരിച്ചോ, നമുക്കിത് 3ഉം എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് നേരെ 1ഉം 2ഉം അറിയാം. അപ്പം ഈ 1ഉം 2ലേക്കും വരാം. അപ്പോൾ എ എന്ന് പറയുന്നത് ശരിയാണെന്ന് നമുക്ക് വരും. അല്ലെ, ഇതൊന്നും അല്ല അതിൻ്റെ ഉത്തരം, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിക്കോണം, നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സമയമെടുത്ത് വളരെ വൃത്തിയായിട്ട് അത് വായിക്കുക എന്നുള്ളതാണ്. ഒരുപാട് സമയം എടുക്കരുത്, നമുക്ക് ആവശ്യമുള്ള സമയം എടുത്ത് വൃത്തിയായിട്ട് അത് വായിക്കുക എന്നുള്ളതാണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റും. ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും ശരിയായിട്ടുള്ളത് നമ്മൾ ഓപ്ഷൻ നോക്കുന്നതിന് മുമ്പ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി അറിയാവുന്നത് ശരിയോ തെറ്റോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് തെറ്റാണെന്ന് ഉറപ്പുള്ളത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് കൃത്യം വേണമെങ്കിൽ നമുക്ക് അറിയാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ കൂടി ശരിയായ ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു ചോദ്യത്തിൻ്റെ ഒരു അനാലിസിസിലേക്ക് പോകാം. അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ സോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും ഒന്ന് ആലോചിച്ച് നോക്കിക്കോണം. നമ്മൾ ഒരുപാട് പുസ്തകങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു റാങ്ക് ഫയലൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് വായിച്ചിട്ടൊക്കെ പോകും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള ഈ ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. പലർക്കും ഇത് പഠിച്ചു തുടങ്ങുമ്പോൾ, നമ്മുടെ ഹിസ്റ്ററിയൊക്കെ ഉൾപ്പെടെയുള്ള സബ്ജക്റ്റുകൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഉള്ള ഒരു അങ്കലാപ്പ് ഇതാണ്. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ബേസിക്കായിട്ട് പറയുന്ന ഒരു നമ്മളുടെ ഒരു എന്താ പറയുക സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പാഠപുസ്തകങ്ങൾ, അതായത് സ്കൂളിലെ പാഠപുസ്തകങ്ങളാണ്. കേരള സ്റ്റേറ്റ് സിലബസിൽ 10ാം ക്ലാസ്സിൽ നമ്മുടെ സോഷ്യൽ സയൻസ് 1 എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഈ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയെക്കുറിച്ച്, ഗാന്ധിജിയെക്കുറിച്ചൊക്കെ കാര്യമായിട്ടുണ്ട്. പക്ഷെ അത് ഒരുപാടൊന്നുമില്ല, ഒരൊറ്റ ചാപ്റ്ററേ ഉള്ളൂ. നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ അതിനകത്തുനിന്ന് കിട്ടും, അതൊരു ചാപ്റ്ററേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ NCERT എന്ന് പറയുന്ന നമ്മുടെ സെൻട്രൽ സിലബസ്, അതിൻ്റെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുസ്തകത്തിൽ നമുക്ക് ഇതേപോലെ തന്നെ വളരെ ബ്രീഫായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും സഫീഷ്യൻ്റ് ഒന്നുമല്ല, നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇനി സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ NCERT ആയിക്കോട്ടെ, രണ്ടിൻ്റെയും +2ൻ്റെ ഹിസ്റ്ററി പുസ്തകം, അതിൻ്റെ പേര് തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നാണ്. തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഈ തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിലെ 3ാമത്തെ ഭാഗം, ദ തേർഡ് തീം, 3ാമത്തെ ഒരു പുസ്തകമാണ്. ഇതിനകത്ത് നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് പറഞ്ഞിരിക്കുന്നത്, ആധുനിക ഇന്ത്യ ചരിത്രമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരവും മറ്റു കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് ഈ കേരള സിലബസ് ആണെങ്കിലും NCERT ആണെങ്കിലും കോമൺ ആയിട്ട് ഒരൊറ്റ പുസ്തകമാണ് ഉപയോഗിക്കുന്നത്, തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയും. ഈ തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അതിൻ്റെ 3ാമത്തെ ഭാഗം +2ൻ്റെ അതിനകത്ത് വിശദമായിട്ട് നമ്മുടെ ആധുനിക ഇന്ത്യ ചരിത്രം പറയുന്നുണ്ട്. എന്നാലും അവിടെയും നമുക്ക് കുറച്ച് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്കൊരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിനകത്ത് കിട്ടണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. കേരള PSCയുടെ ഡിഗ്രി തല എക്സാമുകൾക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നല്ലാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇത്രയൊക്കെ സാറ് പറഞ്ഞല്ലോ, എന്നിട്ട് ഈ പറഞ്ഞിട്ട് ഇതിനകത്തൊന്നും നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം തോന്നും. നമുക്ക് ഒന്ന് നോക്കാം. ഞാനൊരു 2 പുസ്തകങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം. നമ്മൾ ഈ പറഞ്ഞ ഈ ചെറിയ ക്ലാസ്സുകളിലെ പുസ്തകവും വലിയ ക്ലാസ്സുകളിലെ പുസ്തകവും, ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്നൊന്നും കിട്ടാത്ത അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, നമുക്ക് ചോദ്യങ്ങളിലൊക്കെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കുന്ന അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷനും കൂടെ അടങ്ങിയ ഒരു പുസ്തകമാണ് ദ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം. എഴുതിയിരിക്കുന്നത് ബിപിൻ ചന്ദ്രയാണ്. വളരെ പ്രസിദ്ധമായ ഇന്ത്യയിലെ ഒരു ആധുനിക ഇന്ത്യ ചരിത്രമാണ്. ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസിനും PSCക്കും ഒന്നും പഠിക്കാതെ വെറുതെ ഇരുന്ന ആളുകളൊക്കെ അറിവിന് വേണ്ടിയും കൂടെ പഠിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഇത് വായിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് അറിവ് വർദ്ധിക്കത്തേ ഉള്ളൂ. മാത്രമല്ല നിങ്ങൾക്ക് PSCക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും പറ്റും. ബിപിൻ ചന്ദ്രയുടെ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ ചെറിയൊരു പുസ്തകമാണ്. പണ്ട് ഇത് പാഠപുസ്തകമായിട്ടൊക്കെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റാണ്. ഇനി വേറൊരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റും കൂടെ പറയാം. രാജീവ് ആഹിർ എഴുതിയിട്ടുള്ള എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, രാജീവ് ആഹിറാണ് അത് എഴുതിയിരിക്കുന്നത്.
സ്പെക്ട്രം മോഡേൺ ഇന്ത്യ എന്നൊക്കെ അതിനെ സാധാരണ ഒരു ഡിഗ്നെയിമായിട്ട് വിളിക്കാറുണ്ട്. ഈ പുസ്തകവും ഈ ഒരു ബിപിൻ ചന്ദ്രയുടെ പുസ്തകവും കൂടെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു 90% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. 90%. ഒരു 10% അപ്പോഴും ഉണ്ട്, അതുപോട്ടെ. എന്തായാലും 90% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. ഈ 2 പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിച്ചു പഠിക്കാമെങ്കിൽ. ഇത് കുറച്ചും കൂടെ വലിയൊരു പുസ്തകമാണ്. പക്ഷേ നിങ്ങൾ കഷ്ടപ്പെട്ട്, നിങ്ങൾക്കൊരു ജോലിയാണ് സ്വപ്നമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഗുണമുണ്ടാകും. ഓക്കെ, നമുക്കപ്പോൾ നമ്മൾ ഇനി ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന 2 പുസ്തകങ്ങളായിരിക്കും കൂടുതൽ റെഫർ ചെയ്യുന്നത്. ഇനി ഇടയ്ക്ക് ഞാൻ വിക്കിപീഡിയയും കൂടെ ഒന്ന് റെഫർ ചെയ്യും. കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് വിക്കിപീഡിയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നോക്കേണ്ടി വരും. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം. നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നു. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് കാണിക്കുകയാണ്. നമ്മുടെ +2 തീംസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ഇല്ലേ, അതിനകത്ത് ഇതിനെക്കുറിച്ച് ഈ ഒരു ചോദ്യത്തിൻ്റെ ഭാഗങ്ങൾ പരാമർശിക്കുന്ന ഭാഗങ്ങൾ ഞാൻ വെറുതെ ഒന്ന് സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മുടെ +2 NCERTയുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ രാജീവ് ആഹിറിൻ്റെ ടെക്സ്റ്റാണ്. ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ്. ഈ ഇത്രയും ഭാഗം 1, 2, 3 നമുക്ക് ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. 1, 2, 3, 4, 5 ടോപ്പിക്ക് ഇതിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ മതി നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും 1 by 1 ആയിട്ട് ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യനിലേക്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമുക്ക് പോവാം. നമുക്ക് ചോദ്യം എടുക്കാം. ഫാക്ട്സ് അബൌട്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. ദ ഫസ്റ്റ് അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് വിത്ത് ദ വർക്ക് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അണ്ടർ വാട്ട് ഈസ് കോൾഡ് ദ സിസ്റ്റം ഓഫ് ഡുവൽ ഗവൺമെൻറ്. നമുക്ക് ഇതൊന്ന് ശരിയാണോ നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ബിപിൻ ചന്ദ്രയുടെ ദ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിലെ 5ാമത്തെ ചാപ്റ്ററിലാണ്. ആ ചാപ്റ്ററിൽ ഡുവൽ ഗവർണൻസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ദ സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് നോക്കിക്കോണം. 1757 ഇന്ത്യയുടെ ചരിത്രത്തിന് നിർണായകമായ ഒരു യുദ്ധം നടന്നു. അതിനെയാണ് പ്ലാസി യുദ്ധം എന്ന് പറയുക. പ്ലാസി യുദ്ധത്തിൽ അന്ന് ഉയർന്നു വന്ന ഒരു ബ്രിട്ടീഷ് നേതാവ്, ഒരു കമാൻഡർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ് വളരെ അതീവ ശക്തനായിട്ട് മാറി. അദ്ദേഹം ബംഗാളിലെ ഗവർണറായിട്ട് മാറി. 1764 ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നിർണായകമായ മറ്റൊരു യുദ്ധം കൂടിയുണ്ട്. നിങ്ങൾ പഠിക്കുന്ന ഒരു യുദ്ധമാണ് ബക്സാർ യുദ്ധം എന്ന് പറയും. അവാദിലെ നവാബും ബംഗാളിലെ നവാബും മുഗൾ ചക്രവർത്തിയും കൂടെ സംയുക്തമായി ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തു. പക്ഷെ തോറ്റുപോയി. അങ്ങനെ ബ്രിട്ടീഷുകാർ നിർണായകമായിട്ട് ഇന്ത്യയുടെ ഒരു വലിയ പ്രദേശം പിടിച്ചെടുക്കുകയാണ്. മുഗൾ ചക്രവർത്തിയെ തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവന്ന് തങ്ങളെ എന്ത് ചെയ്തു, ഒരു പപ്പറ്റ്, ഒരു പാവയാക്കി മാറ്റി ഇവരെ ഇന്ത്യയിൽ ഭരണം ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത് ഈ ഒരു യുദ്ധത്തിൻ്റെ പര്യവസാനത്തോടു കൂടിയാണ്. അങ്ങനെ 1765 റോബർട്ട് ക്ലൈവ് ബംഗാൾ എന്ന് പറയുന്ന മുഗൾ സാമ്രാജ്യത്തിൻ്റെ പ്രൊവിൻസിൻ്റെ അവിടുന്ന് അതിൻ്റെ ഒരു ഗവർണറായിട്ട് മാറുകയും ഈ മുഗൾ ചക്രവർത്തിയെ ഒരു പാവയാക്കി മാറ്റിക്കൊണ്ട് ഇന്ത്യ ഭരിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ആരംഭിക്കുന്നത് 1765 ഈ റോബർട്ട് ക്ലൈവ് കൊണ്ടുവന്ന ഈ ഒരു പുതിയ ബ്രിട്ടീഷുകാരുടെ ഭരണമാണ് ഡുവൽ ഗവൺമെന്റ് എന്ന് പറയുക. നോക്കിക്കേ, ബിപിൻ ചന്ദ്ര നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ അത് അതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ഡുവൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മുഗൾ ചക്രവർത്തിയുടെ കീഴിലുള്ള നവാബ് ബംഗാളിൽ അവിടെ ഭരിക്കുന്നുണ്ട്, പേരിന് മാത്രം. പക്ഷേ യഥാർത്ഥ അധികാരം ആർക്കാണ്? ബ്രിട്ടീഷുകാർക്കാണ്. അങ്ങനെ 2 ശക്തികൾ ഒരുമിച്ച് ഒരു സ്ഥലം ഭരിക്കുന്നു. അതിനെയാണ് ദ്വിഭരണം, 2 പേര് ഒരുമിച്ച് ഭരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വിശകലനത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്തായാലും നിസാമത്ത് അധികാരങ്ങൾ, ദിവാനി അധികാരങ്ങൾ എന്നൊക്കെ പറയുന്ന അധികാരങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ്. നിസാമത്ത് അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവാബിനുള്ള പോലീസിൻ്റെ അധികാരങ്ങളും, ദിവാനി അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള അവകാശങ്ങളുടെ അധികാരങ്ങളുമാണ്. അത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരങ്ങളുമാണ്. ഇങ്ങനെ 2 അധികാരങ്ങൾ ഒരുമിച്ച് വരുന്നതാണ് ഈ പറയുന്ന ഒരു അധികാരം. ഇതിനെയാണ് ഡുവൽ ഗവർണൻസ് എന്ന് പറയുന്നത്. 1772 വരെ ഈ അധികാര രീതി തുടർന്നു പോന്നിരുന്നു. ഇവിടെ റോബർട്ട് ക്ലൈവും അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരും നല്ല രീതിയിൽ അഴിമതിക്കാരായതുകൊണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നല്ല സാമ്പത്തിക ബാധ്യതയുണ്ടായി. കമ്പനി നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി. അങ്ങനെ 1772 കൂടി ദ്വിഭരണം അവസാനിപ്പിച്ചു. അപ്പോൾ നോക്കിയേ,
നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഭരണം നടത്തുന്നു. ബക്സാർ യുദ്ധത്തിന് ശേഷം 1765 തൊട്ട് ഭരണം നടത്തുന്നു. റോബർട്ട് ക്ലൈവ് ആണ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നവാബിനോടൊപ്പം തന്നെ ബംഗാളില് ഇവിടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണറായിട്ടുള്ള റോബർട്ട് ക്ലൈവ് ഉണ്ട്. സോ ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് കൊടുക്കാത്ത ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഈ ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും. അതുപോലെ തന്നെ നമുക്ക് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇനി ആകെപ്പാടെ 2 ഓപ്ഷനേ നമുക്ക് ബാക്കിയുള്ളൂ, എയും ഡിയും. ഓക്കെ, എയും ഡിയിലും നമ്മൾ നോക്കിയാൽ 1ഉം 2ഉം ഇവിടെ ശരിയാണെന്ന് പറയുന്നുണ്ട്. 3ഉം 4ഉം ശരിയാണെന്ന് ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഡി ആണ് ഉത്തരം. ഓക്കെ, നമുക്ക് എന്തായാലും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ബൈ ദ റെഗുലേറ്റിംഗ് ആക്ട് സുപ്രീം കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ് 1774 വിത്ത് സർ ഏലിയ ഇംബെ ആസ് ചീഫ് ജസ്റ്റിസ്. നോക്കിക്കേ, നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലും ഞാൻ ഇതേ ബിപിൻ ചന്ദ്രയുടെ ആ ഒരു ഭാഗമാണത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണിത്. ബിപിൻ ചന്ദ്രയുടെ പുസ്തകമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ. നോക്കിയോണം, 1773 റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവന്നു. നമ്മൾ പറഞ്ഞു, ഒന്ന് ആലോചിച്ച് നോക്കിയേ, റെഗുലേറ്റിംഗ് എന്ന് പറയുന്നത് എന്താ? നിയന്ത്രണം അല്ലേ? നിയന്ത്രണം എന്നല്ല അർത്ഥം. അപ്പൊ എന്തിനെ നിയന്ത്രിക്കാനാ? ആരാ കൊണ്ടുവരുന്നത്? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് നിയമം കൊണ്ടുവരുന്നത്. അപ്പൊ ആരെ നിയന്ത്രിക്കാനാണ് ഈ നിയമം കൊണ്ടുവരുന്നത്? ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാ. കാരണം എന്താ? നമ്മളിപ്പോൾ പറഞ്ഞ് നിർത്തിയ ഭാഗത്തു നിന്ന് വീണ്ടും തുടങ്ങിക്കോ. നമ്മുടെ റോബർട്ട് ക്ലൈവ് ഇവിടെ മുഴുവൻ കട്ടുമുടിച്ചു, അഴിമതി കാണിച്ചു, കമ്പനി ആകെ നഷ്ടത്തിലായി. അപ്പോൾ ഈ കമ്പനിക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇന്ത്യ ഭരിക്കാൻ കിട്ടുക എന്നുള്ളത്. റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്തു? ഇതെല്ലാം കൂടെ അഴിമതി കാണിച്ച് കമ്പനിക്ക് വലിയ സാമ്പത്തിക നഷ്ടം വന്നു. അപ്പോൾ എന്ത് ചെയ്തു? പാർലമെന്റ് ഇനിയിപ്പോൾ ഭരണമൊക്കെ നിർത്തിക്കോ, ഞങ്ങൾ ഭരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, കമ്പനിയുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇടപെടുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ, അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ആദ്യമായിട്ട് ഇടപെടുന്നത് 1773 റെഗുലേറ്റിംഗ് ആക്ട് വഴിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേൽനോട്ടത്തിൽ ഡയറക്ടർമാര് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയും, ആ ഒരു ഗ്രൂപ്പിനെ ലണ്ടനിൽ ഫോം ചെയ്തു. അവരുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കും ഇനി ഭരണം നടക്കുക. അപ്പോൾ ഇവിടെ ഇന്ത്യയിലുള്ള പ്രദേശങ്ങൾ, കമ്പനി പിടിച്ചെടുത്തിട്ട പ്രദേശങ്ങളുടെ ഇനിയും ഭരണം എല്ലാം നോക്കുന്നത്, ഇതിന്റെ മേൽനോട്ട അവകാശം ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. അതാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട്. അങ്ങനെ ദ്വിഭരണം അല്ലെങ്കിൽ ഡുവൽ ഗവൺമെന്റ് അവസാനിച്ചു. അപ്പോൾ നമ്മൾ ഈ ബിപിൻ ചന്ദ്രയുടെ പുസ്തകത്തിൽ നോക്കിയാലും, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രാജീവ് ആഹിറിന്റെ പുസ്തകത്തിൽ നോക്കിയാലും ഏലിയ ഇംബയെ കുറിച്ചുള്ള പരാമർശം കാണത്തില്ല. അത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് പൊതുവേ നമ്മൾ ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ പഠിച്ചു പോകുമ്പോഴൊക്കെ വെറുതെ നമ്മൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് വിക്കിപീഡിയയിലൊക്കെ എഴുതിയിരിക്കുന്നതൊക്കെ വെറുതെ ഒന്ന് നോക്കണം. വിക്കിപീഡിയയിലുള്ള എല്ലാം നല്ലതല്ല, എല്ലാം കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അല്ല. എന്നാലും നമ്മൾ വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയൊക്കെ നോക്കുമ്പോൾ ഈ ഒരു നിയമപ്രകാരം 1774 അവരുടെ ഫോർട്ട് വില്യം എന്ന് പറയുന്ന കോട്ട, അതായത് കൊൽക്കത്തയിലെ കോട്ടയാണ്, അവിടെ ഒരു സുപ്രീം കോർട്ട് നടപ്പിലാക്കുന്നുണ്ട്. ഈ സുപ്രീം കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് സർ ഏലിയ ഇംബെ എന്ന് പറയുന്ന ഒരു ജഡ്ജിയാണ് നിയമിക്കുന്നത്. ഇത് നമുക്ക് വിക്കിപീഡിയ എന്ന് വെറുതെ ഞാൻ റാൻഡമായിട്ട് എടുത്താണ്, ഒരു പൊതു അറിവാണ്. അപ്പോൾ ഇത് ഈ 2 പുസ്തകത്തിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടൊന്നും കാണാൻ വേണ്ടി കഴിയത്തില്ല. നമ്മുടെ റാങ്ക് ഫയലുകളൊക്കെ കാണുമായിരിക്കും. എന്തായാലും ഒരു പൊതുവായിട്ടുള്ളൊരു അറിവായതുകൊണ്ട് നമുക്കത് സ്പെസിഫിക് ആയിട്ട് വിക്കിപീഡിയ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ നമ്മൾ ഓടിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്തായാലും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷനൊക്കെ അവിടെ നിന്ന് കിട്ടും. ഇവിടെ നോക്കിക്കോണം, നമുക്ക് ഈ കമ്പനി എന്ത് ചെയ്തു? 1773 നിയന്ത്രിക്കപ്പെട്ടു. ആ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള പ്രദേശങ്ങളിലെ അവിടെയുള്ള നീതിന്യായ വ്യവസ്ഥകൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു സുപ്രീം കോടതി വരികയാണ്. ഇനി നോക്കിക്കോണം, നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ശരിയാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അഗെയിൻ നമ്മുടെ ഓപ്ഷൻസ് നമ്മൾ നേരത്തെ തന്നെ ഈ 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തു. നമുക്കിനിയുള്ളത് 1ഉം 2ഉം ശരിയാണ്, എയും ശരിയാണ്, ഡിയും ശരിയാണ് എന്നുള്ള രീതിയിലേക്ക് വന്നു. നമുക്കിനി 3ഉം 4ഉം ശരിയാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിയിലേക്ക് വരാം. ഇല്ലെങ്കിൽ എ ആണ് നമ്മുടെ ആൻസർ. നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്.
അപ്പോൾ ഈ 1773 ഈ ഒരു നിയമപ്രകാരം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഒരു ഗവൺമെൻറ് ഈ ലണ്ടനിൽ ഈ കമ്പനിയുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തി. അപ്പോൾ ഇവിടെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി പറ്റത്തില്ല. കമ്പനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഈ കുറേ പ്രശ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ ഈ അവരുടെ പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റ്സ് ഇതിന് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. നമുക്ക് ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യയിൽ തന്നെ ഉള്ള ചില പരാമർശങ്ങൾ നോക്കാം. നോക്കിയോ, 1784 അനദർ ഇമ്പോർട്ടൻറ്റ് ആക്ട് നോൺ ആസ് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെൻറ് സുപ്രീം കൺട്രോൾ കൊടുത്തു. അത് അവർ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് കാര്യമായിട്ട് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് ബോർഡ് ഓഫ് കൺട്രോൾ. ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ അവർ പ്രത്യേകം അവിടെ ഒരു എന്താ പറയുന്നത്, ഈ ഇന്ത്യയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് സാമ്പത്തികപരമായ കമ്പനിയുടെ കാര്യങ്ങളും ബോർഡ് ഓഫ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങളും നോക്കി എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താ വരുന്നത്? കമ്പനിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ലണ്ടനിൽ അവിടെ അതിൻ്റെ ആ കമ്പനിയുടെ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സമിതിയിൽ അതിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആ സമിതി എന്ത് ചെയ്തു? രണ്ടാക്കി മാറ്റി. ഒന്ന് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, മറ്റെന്താ ബോർഡ് ഓഫ് കൺട്രോൾ. ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഭരണത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പ്രദേശങ്ങളുടെ ഭരണത്തിന് വേണ്ടിയിട്ടും, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്ന ഗ്രൂപ്പായിട്ട് മാറ്റി. ഇതുകൂടാതെ ഇവിടെയുള്ള ഗവർണറിന് കുറച്ച് അവകാശങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളും കൂടെ നമുക്ക് അഡീഷണലി കാണാൻ വേണ്ടി കഴിയും. ഇതെല്ലാം നോക്കുമ്പോഴും നമുക്ക് എത്തുന്ന കൺക്ലൂഷൻ എന്താണ്? നമ്മുടെ അതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ പറയുന്നത് എന്താണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് 1784 ആക്ട് ഇൻട്രൊഡ്യൂസ് ചേഞ്ചസ് മെയിൻലി ദ കമ്പനീസ് ഹോം ഗവൺമെൻറ് ഇൻ ലണ്ടൻ. കമ്പനിയുടെ ഭരണത്തിലുള്ള മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ രാജീവ് ആഹിറിൻ്റെ ടെക്സ്റ്റിലും നമുക്ക് ഇതേപോലെ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ കാണാൻ വേണ്ടി കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞ ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ നമ്മുടെ 3 സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്ക് ശരിയാണെന്ന് കാണാം. 1784 നിയമത്തിലും ലണ്ടനിലെ ഭരണം അല്ലെങ്കിൽ കമ്പനിയുടെ ഭരണത്തിലാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിയേ, ഈ ഒരു ഓപ്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നമ്മുടെ റൈറ്റ് ആൻസറിലേക്ക് നമ്മളെത്തി, ഡി എന്ന് പറയുന്ന ആൻസർ. ഇനി നമുക്ക് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കൂടെ ശരിയാണോ എന്നൊന്ന് നോക്കിയേക്കാം. By the Charter Act 1813, company was deprived of its monopoly of trade with India, but it still enjoyed its monopoly of trade with China and the trade in tea. നോക്കിക്കോണം, നമ്മൾ ബിപിൻ ചന്ദ്രയുടെ ദ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി വീണ്ടും എടുത്തു. അപ്പോൾ അതിൽ 1813 കൊണ്ടുവന്നിട്ടുള്ള നിയമത്തിൻ്റെ പരിഷ്കാരം. ഇവിടെ നമ്മളൊന്ന് ഈ ഒരു നിയമങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടി ഞാനൊരു സൂത്രം കൂടെ പറയാം. 1773 ആദ്യമായിട്ട് കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം പാർലമെൻറ്റ് കൊണ്ടുവരുന്നത്. 20 വർഷത്തേക്കാണ് ഈ നിയമം കൊടുക്കുന്നത്. ഈ 20 വർഷത്തിന് ശേഷം 1793 വീണ്ടും നിയമം വരുന്നു. 1813 വീണ്ടും നിയമം വരുന്നു. 1833 നിയമം വരുന്നു. 1853 നിയമം വരുന്നു. 20 വർഷം വെച്ച് കൂട്ടിയാൽ മതി. നമുക്ക് 1893 അത്ര പ്രാധാന്യമൊന്നുമില്ല. പകരം 1813, 33, 53, 73 നമ്മൾ കാര്യമായിട്ട് പഠിക്കുക. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു നിയമം വരുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ 1784 പിറ്റ്സ് ഇന്ത്യ നിയമം എന്ന് പറയുന്ന നിയമം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ ഈ ബിപിൻ ചന്ദ്രയിൽ പറഞ്ഞിരിക്കുന്നു, ഈ ചാർട്ടർ ആക്ട് പ്രകാരം ചൈനയുമായിട്ട് ഉള്ള ഒരു മൊണോപ്പൊളി അവസാനിപ്പിച്ചിട്ടില്ല. ടീ ട്രേഡ്, അതായത് തേയില കച്ചവടത്തിലും ആ ഒരു കുത്തക അവകാശം അവസാനിപ്പിച്ചിട്ടില്ല. മറിച്ച് എന്ത് ചെയ്തു? ബാക്കിയുള്ള ടെക്സ്റ്റൈൽസ് തുടങ്ങുന്ന മറ്റുള്ള സാധനങ്ങളുടെ കച്ചവടത്തിൽ കുത്തക അവകാശം അവസാനിപ്പിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന കമ്പനിക്ക് ബദലായിട്ട് ഇനി ഇംഗ്ലണ്ടിൽ നിന്നുള്ള മറ്റ് കച്ചവടക്കാർക്കും ഇന്ത്യയിൽ കച്ചവടം ചെയ്യാം. ഏതൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് മത്സരിക്കാൻ സാധിക്കാത്തത്? ചൈനയുമായിട്ടുള്ള കച്ചവടം. ചൈനയുമായിട്ട് ഇപ്പോഴും കച്ചവടത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രം കുത്തക കൊടുത്തേക്കാണ്, രാജ്ഞിയാണ് കൊടുക്കുന്നത്. തേയില കച്ചവടവും വേറെ ആർക്കും ഇനിയും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്താ, ബാക്കിയുള്ള മേഖലകളിലെല്ലാം മറ്റ് ഇംഗ്ലീഷുകാർക്കും ഇന്ത്യയിൽ മറ്റ് പ്രദേശങ്ങളിലൊക്കെ കച്ചവടം ചെയ്യാം.
അപ്പോൾ നമ്മുടെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമ്മൾ ഈ 4 സ്റ്റേറ്റ്മെന്റ് നോക്കിയോ, ഞാൻ എവിടെ നിന്നാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിന്റെ ആൻസർ എടുത്തിരിക്കുന്നത്? ഒന്ന് ബിപിൻ ചന്ദ്രയുടെ ദ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ അല്ലേ, അതുപോലെ തന്നെ രാജീവ് ആഹിറിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ. ഈ 2 പുസ്തകത്തിൽ നിന്നല്ലേ ഒരു ചെറിയ ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾ എക്സ്ട്രാ നമ്മളുടെ ആ ഒരു വിക്കിപീഡിയ നോക്കിയെന്നേ ഉള്ളൂ. പക്ഷേ ഇത് വായിച്ചാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അതായത് നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടൊന്നും പോകണ്ട, ഇതിനകത്ത് തന്നെ ഉണ്ട്, ഇതിനകത്ത് തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സർ ഏലിയ എംബെ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി ആ മൂന്നാമത്തെ ആൻസർ നമുക്കില്ലെങ്കിൽ കൂടി, ഇപ്പം ഇതിന് നമ്മുടെ രണ്ടാമത്തെ അല്ലേ ഏലിയ എംബെയുടെ കാര്യം നമുക്കൊരു അറിയത്തില്ലെന്ന് വിചാരിച്ചോ, ഇത് നമുക്ക് അറിയത്തില്ല എന്നങ്ങ് വിചാരിച്ചോ, 1, 3, 4 അറിയാമെങ്കിൽ പോലും നമുക്ക് ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കേണ്ടത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്? ഈ പറയുന്ന രാജീവ് ആഹിറിന്റെ ടെക്സ്റ്റും അതേപോലെ തന്നെ ബിപിൻ ചന്ദ്രയുടെ ടെക്സ്റ്റും നല്ല രീതിയിൽ പഠിക്കുക, ഒരു 2-3 ആവർത്തിയെങ്കിലും വായിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ കേരള സിലബസിലും NCERT ഒക്കെ ഉള്ള കാര്യങ്ങളും കൂടെ അതിന് അഡീഷണലായിട്ടൊന്ന് വായിച്ച് പഠിച്ചു വെച്ചോണം. നമ്മുടെ ആവശ്യമാണ്, നമുക്കാണ് ജോലി കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഷ്ടപ്പെടണം. അതുകൊണ്ട് തന്നെ ഇതൊരു കഷ്ടപ്പാടേ അല്ല, ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ അല്ലേ. നമ്മൾ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോന്നും ശരിയാണ്. അപ്പോൾ റൈറ്റ് ആൻസർ എന്താ? ഡി ആണ്. ഇനി നമുക്ക് പറയാനുള്ളത്, ഇനിയും ചോദ്യങ്ങൾ വരാം. കേരള PSCക്ക് മാത്രമല്ല നമ്മുടെ ദേശീയ തലത്തിലുള്ള ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചോദ്യ പേപ്പറുകൾക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ കാര്യമായിട്ട് വരാം. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, നമ്മുടെ ഭരണഘടനയുടെ രൂപീകരണത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ്. മനസ്സിലായോ? നമ്മളുടെ ഒരു 1948 കുറേ പേര് ഒരുമിച്ച് കൂടി ഒരു സുപ്രഭാതത്തിൽ അങ്ങ് നമ്മുടെ ഭരണഘടന അങ്ങ് ഉണ്ടാക്കുകയല്ലേ ചെയ്തത്. ഇതിന് വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൽ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. നമുക്ക് ഈ ഭരണഘടനയുടെ രൂപീകരണ ചരിത്രത്തിൽ 2 ഘട്ടമാണ്. അതായത് ഈ ഭരണഘടനയുടെ രൂപീകരണ ചരിത്രം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണ രീതിയെക്കുറിച്ചും കൂടിയാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത് കമ്പനി റൂളാണ്. 1765 തൊട്ട് 1772 വരെ ഡുവൽ ഗവർണൻസ്, 1773 തൊട്ട് 1858 വരെ കമ്പനിയുടെ ഈ ചാർട്ടർ ആക്ട് അല്ലെങ്കിൽ എന്താണ് ഈ റെഗുലേറ്റിംഗ് ആക്ട് ബേസ് ചെയ്തിട്ടുള്ള ഭരണമാണ്. ഇനി 1858 മുതൽ ക്രൗൺ റൂൾ എന്ന് പറയും. ഇതിനെ ബ്രിട്ടീഷ് രാജ് എന്ന് വിളിക്കും. അതായത് രാജാവ് നേരിട്ട് ഭരിക്കും. കമ്പനിയുടെ ഭരണം എടുത്ത് മാറ്റിയിട്ട് ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ രാജാവ് നേരിട്ട് ഭരിക്കുന്ന ഒരു ഭരണമാണ്. അപ്പം ഇവിടെ ഇതിൻ്റെ 2ാമത്തെ ഘട്ടമാണ്. അപ്പം ഇവിടുന്ന് നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പം ഇതിനെക്കുറിച്ച് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം ഈ ഫസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാം. എന്തൊക്കെയാണ് ഇതിനകത്ത് പ്രാധാന്യമുള്ള ടോപ്പിക്കുകളെന്ന് പറയാം. നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നോട്ട് ചെയ്യേണ്ടത് ഡുവൽ ഗവർണൻസിനെ കുറിച്ചാണ്. ഡുവൽ ഗവൺമെന്റ്, നമ്മുടെ റോബർട്ട് ക്ലൈവ് അതിൻ്റെ രീതി എന്തായിരുന്നു ഞാൻ പറഞ്ഞല്ലോ, നിസാമത്ത് അധികാരങ്ങൾ, ദിവാനി അധികാരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതികൾ. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയുക, അതിൻ്റെ പ്രശ്നങ്ങൾ പറയുക, ഒന്ന് പഠിക്കുക. ഇതാണല്ലോ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നേ. 2ാമത് നോക്കിക്കോ, റെഗുലേറ്റിംഗ് ആക്ട്. റോബർട്ട് ക്ലൈവിന്റെ അഴിമതി കാരണം ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് പാർലമെന്റ് നേരിട്ട് നിയന്ത്രിക്കുന്നു അല്ലെ, റെഗുലേറ്റ് ചെയ്യുന്നതാണ് ഈ നിയമം അല്ലെ. 20 വർഷത്തേക്കാണ്. അപ്പോൾ അതിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായി. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സമിതി രൂപീകരിച്ച് ലണ്ടനിലാണ് ഇതിന്റെ നിയന്ത്രണമൊക്കെ വന്നത്. പക്ഷേ ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് അതിനെ 2 സമിതികളായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് 1784 വില്യം പിറ്റ്സ് കൊണ്ടുവന്നാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഇതിനകത്ത് എന്ത് ചെയ്തു, ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ് കൊണ്ടുവന്നു. അവർക്ക് ഇന്ത്യയിലെ ഈ കമ്പനി പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ ഭരണ ചുമതല കൊടുക്കുന്നു. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് ഇവിടുത്തെ കമ്പനിയുടെ സാമ്പത്തിക ചുമതല കൊടുക്കുന്നു അല്ലെ, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള അവർ അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെയുള്ള രീതിയിലേക്ക് അതിനെ മാറ്റുന്നു. ഇനി 20 വർഷത്തേക്കാണ് അത് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ 1793 വീണ്ടും ആക്ട് വരുന്നു. ചാർട്ടറാണ്, 20 വർഷത്തെ ചാർട്ടറാണ്. എന്നിട്ട് ചാർട്ടർ പുതുക്കി വീണ്ടും 20 വർഷം. അത് ഇത്ര വലിയ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തൽക്കാലം അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാത്ത. നമുക്ക് വളരെ പ്രാധാന്യമുള്ള, ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നോക്കാം. ചാർട്ടർ ആക്ട് 1813 നോക്കാം. 1813 നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. ഇത് കൂടാതെ മിഷണറിമാർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുന്നു, ആധുനിക വിദ്യാഭ്യാസത്തിനുള്ള തുടക്കങ്ങൾ, അതിൻ്റെ ഫണ്ട് നിശ്ചയിക്കുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്ത് എക്സ്ട്രാ നമുക്ക് പറയാനുണ്ട്. അതൊക്കെ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം. ഇത് നോക്കിക്കോ, ചാർട്ടർ ആക്ട് 1833, ഇതിനെ സെയിന്റ് ഹെലന ആക്ട് എന്ന് വിളിക്കാറുണ്ട്. നമ്മുടെ വില്യം ബെന്റിക് എന്ന് പറയുന്ന ഗവർണർ ജനറൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും സുപ്രധാനമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. കാരണം ഈ ബംഗാളിലുള്ള ഗവർണർ ജനറലിനെ ഇന്ത്യയുടെ മൊത്തം അധിപനായിട്ട് മാറ്റുന്നത്
ഈ പറയുന്ന ആക്ടിലാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാനം വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, അതുപോലെ തന്നെ നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സമിതിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ചുവടുവെപ്പ്, ഇതാണ് മക്കാളെ ലോ കമ്മീഷന്റെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കമ്മീഷനൊക്കെ ഉണ്ട്, മക്കാളെ ലോ കമ്മീഷൻ. അവരുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ഉണ്ട്. നമുക്ക് വില്യം ബെന്റിക്കിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നതാണ്. സതി നിരോധിച്ച ഗവർണറൊക്കെയാണ്. ഇത് നോക്കിയോ, വീണ്ടും അവർ 20 വർഷം കൊടുക്കുന്നു. ഈ 20 വർഷത്തിൽ ചാർട്ടർ ആക്ട് 1853 കൊണ്ടുവരുന്നു. ഈ 53 ആക്ടിന് ഒരു പ്രത്യേകതയുണ്ട്. 20 വർഷം എന്ന് പറയുന്നത് കൊടുക്കുന്നില്ല. എപ്പോൾ വേണമെങ്കിലും കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ഇത് കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇത് കൂടാതെ സിവിൽ സർവീസ് പരീക്ഷകൾക്ക് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ, എല്ലാവർക്കും വേണമെങ്കിലും എഴുതാം എന്ന് പറയുന്ന ഒരു ഓപ്പൺ കോമ്പറ്റീഷനുള്ള ഒരു സാധ്യത തുറന്നു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. മാത്രമല്ല നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമിതി ഗവർണറുടെ കീഴിൽ രൂപീകരിക്കുന്നു. നിയമം നടപ്പിലാക്കാൻ വേറൊരു എക്സിക്യൂട്ടീവ് സമിതി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ പ്രൊവിഷൻസ് ആയിട്ട് പഠിക്കുന്നതാണ്. ഇതിനകത്തു നിന്നൊക്കെ നമുക്ക് ഇനി ചോദ്യങ്ങൾ വരാം. ഇനി ഈ ഒരു ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് 1857 നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുകയാണ്. ഈ സ്വാതന്ത്ര്യ സമരം നടന്ന് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ കമ്പനിയുടെ ഭരണം വലിയ അവതാളത്തിലായി എന്നൊക്കെ തോന്നുന്ന ഒരു അവസരത്തിൽ നമ്മുടെ അന്നത്തെ രാജ്ഞി ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ഇതാണ് രാജ്ഞിയുടെ വിളംബരം, ക്യൂൻസ് പ്രൊക്ലമേഷൻ 1858. ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ പീപ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു വിളംബരമാണ്. ഈ ഒരു വിളംബരത്തിലൂടെ ഇന്ത്യയിലെ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുകയാണ്. ഇനി കമ്പനിയുടെ ഭരണം ഔദ്യോഗികമായിട്ട് അവസാനിപ്പിച്ചുകൊണ്ട് ഒരു രാജ്ഞിയുടെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ നേരിട്ടുള്ള ഭരണം, അതിനെയാണ് നമ്മൾ ബ്രിട്ടീഷ് രാജ് എന്ന് വിളിക്കുക, അല്ലേ? ബ്രിട്ടീഷ് രാജ്. നോക്കിയോ, ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1858, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയും. ഇത് കൊണ്ടുവരുന്നത് ഈ ഒരു വർഷമാണ്. അപ്പോൾ അതേ വർഷം തന്നെയാണ് ഈ ഒരു ഭരണ രീതി, ഒരു പുതിയ രീതിയിലുള്ള ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. ഇനി 1858 ഈ ഒരു കാലഘട്ടം മുതൽ പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള സമയം നമ്മൾ ബ്രിട്ടീഷ് രാജ് അല്ലെങ്കിൽ രാജ്ഞിയുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ നേരിട്ടുള്ള ഭരണം എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ ക്രൗൺ റൂൾ എന്നും വിളിക്കാറുണ്ട്. അതിലേക്കുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ഒരു 7 നിയമങ്ങളുണ്ട്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861, 1822, അതുപോലെ തന്നെ മോർലി മിൻഡോ റിഫോംസ്, മിൻഡോ മോർലി പരിഷ്കാരങ്ങൾ എന്ന് പറയും, മൊണ്ടാഗു ഷെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ, സൈമൺ കമ്മീഷൻ, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റൗണ്ട് ടേബിൾ വട്ടമേശ സമ്മേളനമുണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് ഉണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്ത നിയമം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിന് ശേഷമുള്ള രണ്ടാമത്തെ ഘട്ടമാണ്. ഇത് നമുക്ക് സ്പെസിഫിക്കില്ല. അപ്പോൾ ചോദ്യം വരുമ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഒരു ചോദ്യം, നമ്മളിപ്പോൾ ചോദിച്ചതുപോലത്തെയുള്ള ചോദ്യങ്ങൾ വരിക. ഇനി ഇതിനെ സംബന്ധിക്കുന്ന ചോദ്യവും നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇനി പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മുടെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ അതായതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ നടത്തിയത്. നമുക്ക് മറ്റൊരു ടോപ്പിക്കിൽ നമുക്കിനി കാണുമ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ ക്രൗൺ റൂളിനെ കുറിച്ചും കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ പുസ്തകങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് റെഫർ ചെയ്യുക. ഈ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ആൻസർ ക്രാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്ക് വീഴും. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു.